ശ്യാം എഴുന്നേക്ക്, ഫോൺ. വീട്ടിൽ നിന്ന് സോനയായിരിക്കും ഇന്ദിരേട്ടാ, ഞാൻ എടുക്കുന്നില്ല. ഇന്ദിരേട്ടനെ വിളിച്ച. എടാ സോനയല്ല, സത്യനാ വിളിക്കുന്നേ. നീ ഫോൺ എടുക്ക്, എനിക്ക് എഴുന്നേറ്റോ, സംസാരിക്കേ. ഹലോ സത്യ. ആ ശ്യാം എവിടെയാ, ട്രാവൽസിലാണോ? ആ അതെ, ഞാനിവിടെ ഉണ്ട്. വേറെ എവിടെ പോവാനാ? ഞാൻ അവിടെ പറയണ്ട. നീ എന്താ ശ്യാം ഊണ് കഴിക്കാൻ വരാതിരുന്നേ? ഡേ സോനയുടെ ആകെ ടെൻഷനില്ല. അത് പിന്നെ എനിക്ക് വിശപ്പ് തോന്നിയില്ല സത്യ. ശ്യാമേ, എന്നോട് സോന എല്ലാം പറഞ്ഞു. അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. ദേഷ്യം വന്ന എന്തും വിളിച്ചു പറയും. അമ്മ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല സത്യ. അമ്മ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ആ വീട്ടിൽ കയറാനുള്ള അർഹത പോലുമില്ല സത്യ. എന്റെ ഭാര്യയും കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് പോയി സ്വന്തമായി ഒരു കുടുംബം ഉണ്ടാക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ആ പറ്റുമോ നോക്കട്ടെ. അതൊക്കെ നമുക്ക് സമയമാകുമ്പോ വേണ്ടതുപോലെ ചെയ്യാം. നീ ഇപ്പൊ വീട്ടിലേക്ക് വാ. സോന ഇവിടെ ഒന്നും കഴിക്കാതെ കാത്തിരിക്കുക. അല്ല, അവളെന്തിനാ കഴിക്കാതിരിക്കുന്നേ? അവളെ അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല സത്യ. അങ്ങനെയൊന്നും പറഞ്ഞ പറ്റില്ല. ശ്യാമേട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ മോളെ എടുത്ത് അങ്ങോട്ട് വരും. ശ്യാമുമൊക്കെ കൊടുക്കുന്ന കപ്പ് സിറപ്പ് തീർന്നു എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ശ്യാമേട്ടൻ അത് ഉച്ചയ്ക്ക് വരുമ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ. ആ അത് മരുന്ന് ഞാൻ ഉടനെ എത്തിക്കാം സോനെ. അല്ലെങ്കിൽ ആരെങ്കിലും മരുന്ന് കേട്ട് ഞാൻ അങ്ങോട്ട് വിടാം. ആരെയും വിടണ്ട. ശ്യാമേട്ടൻ അത് വാങ്ങി ഇങ്ങോട്ട് വന്നാ മതി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സോനെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സോന മോളുടെ അടുത്തേക്ക് പോയി സംസാരിച്ചു. നീ ഇങ്ങോട്ട് വാ. സോന വലിയ വിഷമത്തിലാ, അത് നീ മനസ്സിലാക്ക. ശരി സത്യ, ഞാൻ ഉടനെ വരാം. നീ സോനോട് വിഷമിക്കാതിരിക്കാൻ പറ. ഞാൻ മോക്കുള്ള മരുന്ന് മേടിച്ച് ഉടനെ വന്നേക്കാം. ശരി, ഞാനെന്നാ ഓഫീസിലേക്ക് പോവാ. ദേ നീ വരാതിരിക്കരുത്. ആ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം സത്യ, നീ പോയിക്കോ. ശ്യാമു വരും. നീ സോനയോട് സമാധാനമായിട്ടിരിക്കാൻ പറ.